ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1 ദ വാംത് ഓഫ് ലവ് എന്ന് പറയുന്ന യൂണിറ്റിലെ 3rd ലെസൺ ആയിട്ടുള്ള ദ ഡോട്ട് എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ്സ് സീ. അപ്പോൾ എന്താണ്? ഒരു സ്റ്റോറിയാണ്, ഒരു യങ് ഗേളിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ യങ് ഗേൾ എങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ചിത്രം വരയ്ക്കാനായിട്ട് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു യങ് ഗേളിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാക്കാം. സോ ഫസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, നോക്കി നോക്കാം. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അപ്പോൾ എന്താണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടറിൻ്റെ പേരെന്താണ്? വഷ്ടി എന്നാണ്. വഷ്ടി എന്താണ്, ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ആർട്ട് ക്ലാസ് ഓവർ കഴിഞ്ഞു. പക്ഷെ എന്താണ്, വഷ്ടി അവിടെ ചെയറിൽ തന്നെ ഇരിക്കുകയാണ്. ക്ലാസ്സിൽ വേറെ ആരും തന്നെ ഇല്ല. ആർട്ട് ക്ലാസ് കഴിഞ്ഞിട്ടും വഷ്ടിയുടെ പേപ്പർ എന്താണ്, എംപ്റ്റി ആണ്. അതിൽ ഒന്നും തന്നെ ഇല്ല. പേപ്പർ ബ്ലാങ്ക് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കി നോക്കാം. Vashti's teacher leaned over the blank paper. Oh, a popular bear in the snowstorm, she said. Very funny. I just can't draw, said Vashti. അപ്പോൾ എന്താണ് ഉണ്ടായേ? വഷ്ടിയുടെ ടീച്ചർ ആ ബ്ലാങ്ക് പേപ്പർ നോക്കിയിട്ട് പറയാണ്, ഓ എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം. അപ്പോൾ ഒരു സ്നോ സ്റ്റോമിൽ ഒരു പോളാർ ബിയർ ആണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അതിൽ നോക്കിയിട്ട് പറയാണ്. അപ്പോൾ വഷ്ടി പറയുന്നുണ്ട്, ഐ ജസ്റ്റ് കാൺ ഡ്രോ. അപ്പോൾ എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റണില്ല എന്ന് വഷ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ? ഹർ ടീച്ചർ സ്മൈൽ. അപ്പോൾ ടീച്ചർ ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. അപ്പോൾ എന്താണ്, വഷ്ടിനോട് പറയാണ്, ഒരു മാർക്ക്, എന്തെങ്കിലും ഒരു മാർക്ക് ഇടൂ, നമുക്ക് എന്തുണ്ടാവണം നോക്കി നോക്കാമല്ലോ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു? വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് ദർ. അപ്പോൾ എന്താണ്, വഷ്ടി അപ്പോൾ എന്ത് ചെയ്തു? ഒരു മാർക്കർ എടുത്തിട്ട് ആ പേപ്പർ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു? ഒരു ജാബ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തിട്ടു. ദർ, ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ എന്തുണ്ടായി? ഹർ ടീച്ചർ പിക്കഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡിഡ് ഇറ്റ് കെയർഫുള്ളി. അപ്പോൾ എന്ത് ചെയ്തു? ടീച്ചർ ആ പേപ്പർ പിക്ക് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് നോക്കി. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വിക്ക്ലി സെഡ് നൗ സൈൻ ഇറ്റ്. അപ്പോൾ എന്താണ്, എന്നിട്ട് ആ പേപ്പർ വഷ്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? വഷ്ടി കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചു. വെൽ മേ ബി ഐ കാൺ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. അപ്പോൾ എന്താണ്, എനിക്ക് വരയ്ക്കാൻ സാധിച്ചില്ലായിരിക്കാം, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സൈൻ ചെയ്യാനായിട്ട് പറ്റും. The next week, Vashti walked into the art class. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് വീക്ക് വഷ്ടി എന്ത് ചെയ്യാണ്? ആർട്ട് ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. She was surprised to see what was hanging above her teacher's desk. അപ്പോൾ എന്താണ്, ഈ ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മേലായിട്ട് എന്തോ ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ എന്താണ്, ആകെ സർപ്രൈസ് ആയി. It was the little dot she had drawn, her dot. അപ്പോൾ എന്താണ്, അതെന്തായിരുന്നു? അവൾ നേരത്തെ ഇട്ട ആ ലിറ്റിൽ ഡോട്ട് ആയിരുന്നു ടീച്ചറുടെ ഡെസ്കിൻ്റെ മേലെ ഹാങ് ചെയ്തിട്ടുള്ളത്. ഹെർ ഡോട്ട് ഓൾ ഫ്രെയിമഡ് ഇൻ ശ്രീലി ഗോൾഡ്. അപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഇതിൽ ഫ്രെയിം ചെയ്തിട്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. എന്താണ്, അപ്പോൾ ഈ വഷ്ടി പറയാണ്, എനിക്ക് അതിനേക്കാൾ നന്നായിട്ട് ഡോട്ട് ഇടാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ വാട്ടർ കളറിൻ്റെ സെറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവൾ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. Vashti painted and painted a red dot, a purple dot, a yellow dot, a blue dot. The blue mixed with the yellow. She discovered that she could make a green dot. Vashti kept experimenting with lots of little dots in many colors. അപ്പോൾ എന്താണ്, വഷ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പെയിൻറ്റ് ചെയ്തു. റെഡ് ഡോട്ട് ഇട്ടു, പേർപ്പിൾ ഡോട്ട് ഇട്ടു, യെല്ലോ ഡോട്ട് ഇട്ടു, ദെൻ ബ്ലൂ ഡോട്ട് ഇട്ടു, ദെൻ ബ്ലൂവും യെല്ലോവും കൂടി മിക്സ് ചെയ്തു, പുതിയൊരു
കളർ ഡിസ്കവർ ചെയ്തു, ഗ്രീൻ ഡോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. ദെൻ അങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? വഷ്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. അപ്പോൾ വഷ്ടി പറയാണ് എനിക്ക് ചെറിയ ഡോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഡോട്ടുകളും ഉണ്ടാക്കാം. വഷ്ടി സ്പ്ലാഷ്ഡ് ഹർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ അതും പറഞ്ഞിട്ട് വഷ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വഷ്ടി വലിയ ഡോട്ട് വരച്ചു കൊണ്ടിരിക്കുകയാണ്. At the school art show a few weeks later, Vashti's dots made quite a splash. Vashti noticed a little boy gazing up at her. You are really a great artist. I wish I could draw, he said. I bet you can, said Vashti. Me? No, not. I can't even draw a straight line with a ruler. അപ്പോൾ എന്തുണ്ടായി? സ്കൂളിലത്തെ ആർട്ട് ഷോക്ക് എന്തായി? വഷ്ടിയുടെ ഡോട്ട്സും അവിടെ ഒരു സ്ഥാനം പിടിച്ചു. ഓക്കെ, അപ്പോഴാണ് വഷ്ടി നോട്ടീസ് ചെയ്തത് എന്ത്? ഒരു ലിറ്റിൽ ബോയ് വഷ്ടിനെ എങ്ങനെ നോക്കുന്നത് നോട്ടീസ് ചെയ്തത്. ദെൻ ആ ബോയ് പറയാണ് യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഐ വിഷ് ഐ കുഡ് ഡ്രോ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് വരയ്ക്കണമെന്ന്, താങ്കൾ ഒരു വലിയ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറയാണ്. ഐ ബെറ്റ് യു ക്യാൻ, സെഡ് വഷ്ടി. അപ്പോൾ വഷ്ടി ആ ബോയിനോട് പറയാണ്ട് നിനക്ക് എന്തായാലും പറ്റും. Me? No, not I can't even draw a straight line with a ruler. അപ്പോൾ എന്താണ്, ഒരു റൂളർ ഉപയോഗിച്ച് എനിക്കൊരു സ്ട്രെയിറ്റ് ലൈന് പോലും വരയ്ക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് പറ്റില്ല എന്നാണ് ആ ലിറ്റിൽ ബോയ് വഷ്ടിനോട് പറഞ്ഞത്. Vashti smiled. She handed the boy a blank sheet of paper. അപ്പോൾ എന്താണ്, വഷ്ടി ചിരിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ബ്ലാങ്ക് പേപ്പർ ആ ബോയ്ക്ക് കൊടുത്തു. ഷോ മീ. The boy pencil shook as he drew his. എന്താണ്, ഈ ബോയ് ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ബോയുടെ ഹാൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ വഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ് സ്ക്വീഗിൾ. അപ്പോൾ ഈ ചെരിഞ്ഞ ലൈന് വഷ്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ആൻഡ് ദെൻ ഷീ സെഡ്, എന്നിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത്? സൈൻ ഇറ്റ്, സൈൻ ചെയ്യ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഈ സ്റ്റോറി ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ഡോട്ട് എന്ന് പറയുന്ന സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെ ആക്ടിവിറ്റീസും ബാക്കി ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.